ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് ഇൻഫർമേഷൻ ആണെന്നല്ലേ ചോദിക്കുന്നത്? അപ്പോൾ നമ്മളെല്ലാവരും സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു LDC ആണെങ്കിലും VFA ആണെങ്കിലും അല്ലെ, അതുപോലെ തന്നെ ബെപ്കോ ആണെങ്കിലും എല്ലാം നമ്മൾ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു, നമ്മൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കാണും അല്ലെ. ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട എക്സാം എന്നായിരിക്കും, ഇനി കൺഫർമേഷൻ എന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ ഇതിനു വേണ്ടി ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് VFA അതുപോലെ തന്നെ ബെപ്കോ LDC ഈ പരീക്ഷകൾക്കൊക്കെ പ്രാഥമിക പരീക്ഷ ഉണ്ടാകുമോ അല്ലെ? പ്രാഥമിക പരീക്ഷ നമ്മൾ സാധാരണഗതിയിൽ ഒരു PSC എക്സാമിൽ ഇപ്പൊ നമ്മളെ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരു പ്രിലിംസ് ഉണ്ടാകും. ആ പ്രിലിംസിന് ശേഷമാണ് അല്ലെ, അതിനുശേഷമാണ് മെയിൻസ് എക്സാം. പ്രിലിംസിൽ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, മെയിൻസ് എക്സാം ഉണ്ടാവുള്ളൂ. അപ്പോ ഈ ഒരു LDC ആണെങ്കിലും അതുപോലെ തന്നെ PFA ആണെങ്കിലും ഈ രണ്ട് വളരെ നിർണായകമായ പരീക്ഷകളാണ്. അവയ്ക്ക് എങ്ങനെയായിരിക്കും പ്രിലിമിനറി ഘട്ടം ഉണ്ടാകുമോ, പ്രാഥമിക പരീക്ഷ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ എയിം സ്റ്റഡി സെന്റർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മളിരുന്ന ക്ലാസ്സുകളാണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ അപ്ഡേറ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ നോട്ടിഫിക്കേഷനും കാത്തിരുന്ന് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ അല്ലെ. സർക്കാർ ജോലി എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ എത്താനുള്ള ഒരു സുവർണാവസരമാണ് തന്നിരിക്കുന്നത് ഈ നോട്ടിഫിക്കേഷൻസിലൂടെ. അപ്പൊ ഏറ്റവും മികച്ച പരിശീലനം, ഏറ്റവും മികച്ച പഠനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും എത്തിയിട്ട് കാര്യമില്ലല്ലോ. റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലെത്താനായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തിന് തന്നെ നിങ്ങൾ തയ്യാറാകൂ. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ബെപ്കോ LDC അതുപോലെ തന്നെ LGS VFA തുടങ്ങിയ എല്ലാ കോഴ്സുകൾക്കുമായിട്ട് ഒരു കോംബോ ഓഫർ വെറും 1250 രൂപയ്ക്ക് ആരംഭിച്ചിരിക്കുന്നു. അപ്പൊ ഏറ്റവും കുറഞ്ഞ ഫീസാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളെ അവരുടെ സ്വപ്നമായ സർക്കാർ ജോലിയിലേക്ക് എത്തിച്ച എയിംസിന്റെ അതേ സ്ട്രാറ്റജി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, ലൈവ് സെഷൻസ്, മോക്ക് ടെസ്റ്റുകൾ, മോഡൽ പരീക്ഷകൾ, ഡൗട്ട് ക്ലാരിഫിക്കേഷന് വേണ്ടി പേഴ്സണൽ മെന്റേഴ്സ്, ഡെയിലി ടൈം ടേബിൾ, വീക്ക്ലി എക്സാം, വീക്ക്ലി റിവിഷൻ, ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഇൻഫർമേഷനിലോട്ട് കടന്നാലോ. ഇതുപോലെ കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പരീക്ഷാ കമ്മീഷന് തീരുമാനിക്കാം. നിലവിൽ വിജ്ഞാപനം വന്നിട്ടുള്ള കാറ്റഗറി നമ്പർ 571/2025, 619/2025, 791/2025 എന്നീ തസ്തികകൾക്ക് പരീക്ഷ എങ്ങനെയാണ്? പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കുമോ അതോ മെയിൻസ് പരീക്ഷ മാത്രമായിരിക്കും അല്ലെ? നമ്മൾക്ക് എല്ലാവരിലും ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ചോദ്യമാണിത്. നോക്കാം. റവന്യൂ വകുപ്പിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 571/2025 സെലക്ഷൻ ജില്ലാ തലത്തിലാണ്. 14 ജില്ലകളിലേക്കും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ചില ജില്ലകളിൽ അതായത് തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട് 50,000-ലധികം അപേക്ഷ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു ജില്ലകളിൽ അപേക്ഷയുടെ എണ്ണം താരതമ്യേന കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രാഥമിക പരീക്ഷയും മെയിൻ പരീക്ഷയും നടത്താനുള്ള സാധ്യത കാണുന്നില്ല അല്ലെ. എന്താണ് പറയുന്നത്? ഇത് ജില്ലാടിസ്ഥാനത്തിലാണ് ഇതിന്റെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 14 ജില്ലകളിൽ നിന്നുമുണ്ട് അപേക്ഷകര്. അപ്പോ ഈ അപേക്ഷകർ ചില ജില്ലകളിൽ കൂടുതലാണ്, 50,000-ലധികം ഉണ്ട്. ബാക്കിയുള്ള ജില്ലകളിലാണെന്നുണ്ടെങ്കിലോ വളരെ കുറവുമാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പരീക്ഷാ കമ്മീഷനാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പൊ നടത്താതിരിക്കാനുള്ള സാധ്യതയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കാണുന്നുണ്ട്. സമാന സ്വഭാവമുള്ള മറ്റു പരീക്ഷകളുടെ തസ്തികകൾ കൂടി മറ്റു തസ്തികകളുടെ കൂടെ ഒരു പൊതുപരീക്ഷ നടത്താനുള്ള സാധ്യത ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പ്രാഥമിക പരീക്ഷയും മുഖ്യ പരീക്ഷയും നടത്തിയേക്കാം. കമ്മീഷനാണ് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത്. ഈ തസ്തികയിലേക്കുള്ള പരീക്ഷ ഈ വർഷം സെപ്റ്റംബറിനും നവംബറിനും ഇടയിൽ നടത്തും അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഈ പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഈ വർഷം സെപ്റ്റംബറിലും നവംബറിലുമാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്.
ഓക്കെ, അപ്പൊ സെപ്റ്റംബർ നവംബർ എന്ന് പറയുമ്പോൾ ഒരുപാട് മാസക്കണക്കൊന്നും നമ്മുടെ മുന്നിൽ ഇല്ല. വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. നന്നായി പഠിച്ചാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താം. സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് വേഗം കടക്കാം അല്ലെ. ബാക്കിയുള്ള തസ്തികകളെ പോലെ അല്ല, ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന അല്ലെ, കുറച്ച് പേരെ ആയിട്ടാണെങ്കിലും ഘട്ടം ഘട്ടമായിട്ടാണെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ജോലി സാധ്യത ഉറപ്പാക്കുന്ന വിജ്ഞാപനങ്ങളാണ് വന്നിരിക്കുന്നത്. മിസ്സാക്കരുത്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്, അത് മാത്രം മനസ്സിലാക്കുക. ബെവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ലോവർ ഡിവിഷണൽ ക്ലാർക്ക് പാർട്ട് 1 കാറ്റഗറി നമ്പർ 619/2025 തസ്തികയിലേക്കും ഈ തസ്തികയുടെ തസ്തിക മാറ്റത്തിനും കാറ്റഗറി നമ്പർ 620/2025 2026 ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾക്കിടയിൽ പ്രാഥമിക പരീക്ഷയും ഒക്ടോബർ ഡിസംബർ മാസങ്ങൾക്ക് മുൻപേ തന്നെ മുഖ്യ പരീക്ഷയും നടത്തി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ബെപ്കോ എൽ ഡി സി വളരെ നിർണായകമായിട്ടുള്ള പരീക്ഷ, പ്രിലിമിനറി എക്സാം ഉണ്ടാകും. തീർച്ചയാണ് ആ പ്രിലിമിനറി എക്സാമിന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ മാർക്ക് അനുസരിച്ചിട്ടായിരിക്കും മെയിൻ ലിസ്റ്റ് ഉണ്ടാവുക. അപ്പോ ഈ ഒരു പ്രിലിംസ് എക്സാം അല്ലെ, പ്രാഥമിക പരീക്ഷ പ്രിലിമിനറി എക്സാം ഒക്ടോബർ ഡിസംബർ മാസങ്ങൾക്കകം അല്ലെ, അതുപോലെ ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾ കൊണ്ട് പ്രിലിംസ് എക്സാമും ഒക്ടോബർ ഡിസംബർ മാസങ്ങൾക്കുള്ളിൽ തന്നെ മെയിൻസ് എക്സാമും കഴിഞ്ഞ് റാങ്ക് പട്ടികയും പ്രസിദ്ധീകരിക്കാനാണ്. അപ്പൊ തീരുമാനങ്ങളെല്ലാം വേഗമാണ്. വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഒക്കെ പെട്ടെന്നുണ്ടാകുമെന്നാണ്. അപ്പൊ നന്നായി പഠിച്ചാൽ വേഗം തന്നെ ഈ ഒരു വർഷം തന്നെ നമ്മുടെ സ്വപ്നം പൂവണിയും. മറക്കരുത്, ഏറ്റവും കുറഞ്ഞ ഫീസിൽ പുതിയ ബാച്ചുകൾ നമ്മുടെ സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ തസ്തികയിലേക്ക് ആകെ 6,26,657 ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഇത് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഈ 6 ലക്ഷം എന്ന് പറയുന്നത് ഇത്രയും പേര് അപേക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ കുറെ പേര് എന്തായിരിക്കും, എല്ലാവരും പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്ന ആൾക്കാരായിരിക്കോ? ഒരിക്കലും അല്ല അല്ലെ. കുറച്ചു പേരൊക്കെ വെറുതെ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടു എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ചിലവർ അപ്ലൈ ചെയ്തിട്ട് ചിലപ്പോൾ അവർക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ നമ്മൾ എന്തായാലും സോർട്ട് ചെയ്ത് വരുമ്പോൾ ഈ 6 ലക്ഷം ഒന്നും ഉണ്ടാവില്ല, അതിനേക്കാളും കുറയും. ഓക്കെ, അപ്പൊ വീണ്ടും നിങ്ങൾക്കുള്ള സാധ്യതകൾ കൂടാണ്. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി തന്നെ ഇന്റൻസീവ് ആയിട്ട് പഠിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ സ്റ്റഡി സെന്ററിൽ ഏറ്റവും കുറഞ്ഞ ഫീസിന് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ ആണോ? യെസ്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ലബോറട്ടറി അസിസ്റ്റന്റ്, അതായത് SR ഫോർ ST, SR ആൻഡ് ST ഓൺലി, കാറ്റഗറി നമ്പർ 791/2025 തസ്തികയിൽ പത്തനംതിട്ട ജില്ലയിലേക്കാണ് വിജ്ഞാപന പ്രകാരം അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഈ തസ്തികയിലേക്ക് 2026 സെപ്റ്റംബർ നവംബറിൽ പരീക്ഷ നടത്തുമെന്നാണ് PSCയുടെ ടെന്റേറ്റീവ് പരീക്ഷാ പ്രോഗ്രാമിലുള്ളത്. ഈ തസ്തികയിലേക്ക് മാത്രമായി പ്രാഥമിക പരീക്ഷ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. എന്നാൽ സമാന സ്വഭാവമുള്ള മറ്റു തസ്തികളോടൊപ്പം തന്നെ പൊതുപരീക്ഷയാണ് നടത്തുന്നതെങ്കിൽ ചിലപ്പോൾ ഈ തസ്തികയും പ്രാഥമിക പരീക്ഷയും മെയിൻ പരീക്ഷയും നടത്താനിടയുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സെലക്ഷൻ പരീക്ഷ ഇന്റർവ്യൂ നടപടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്താൻ കമ്മീഷന് അധികാരമുണ്ടായിരിക്കും അല്ലെ. അപ്പോ പ്രാഥമിക പരീക്ഷ ആയിക്കോട്ടെ, മെയിൻ എക്സാം ആയിക്കോട്ടെ, പരീക്ഷ ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ മെയിൻസ് എക്സാം ആണെങ്കിൽ നമ്മൾ എന്താണ് പഠിക്കുക വേണം അല്ലെ. പ്രാഥമിക പരീക്ഷ പറഞ്ഞാൽ ഒരിക്കലും അതിനെ ലഘുവായി കാണരുത്, ലാഘവത്തോടു കൂടി കാണരുത് അല്ലെ. ആ ഒരു പ്രാഥമിക പരീക്ഷ എന്ന ആദ്യ കടമ്പ നമുക്ക് കടക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നം പൂവണിയുള്ളൂ. അപ്പോ ഈ നിമിഷം ഇപ്പോൾ തന്നെ നമുക്ക് പഠനം ആരംഭിക്കാം. എക്സാം വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. മറക്കരുതേ, നമ്മുടെ സ്റ്റഡി സെന്ററിൽ ഈ പറയുന്ന ബെപ്കോ LDC അതുപോലെ തന്നെ VFA LGS തുടങ്ങിയ കോഴ്സുകൾക്ക് ഒരു കോംബോ ഓഫറിൽ വെറും 1250 രൂപയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകതയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ നമ്മുടെ ഫ്രീ ക്ലാസ്സുകൾ എക്സാമിന്റെ അന്ന് വരെ ലഭിക്കുകയുള്ളൂ. മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വരും ദിവസങ്ങളിൽ കാണാം. താങ്ക്